പാലക്കാട് ഉൾഗ്രാമത്തിൽ ഒരു പുഴയുടെ കരയിൽ പച്ചപ്പിന്റെ മണം നിറഞ്ഞു നിൽക്കുന്ന ചെറുകിട വീടുകൾക്കിടയിൽ ഓടുമേഞ്ഞ ആ വീട്ടിൽ താമസിച്ചിരുന്നത് രമയും അമ്മയും ആയിരുന്നു. രമയുടെ അച്ഛൻ ചാക്കോച്ചൻ 10 വർഷം മുമ്പേ കെട്ടിട നിർമ്മാണ ജോലിക്കിടെ വീണു മരിച്ചു. അതിനുശേഷം രമയുടെ അമ്മ മറിയം തുന്നൽ പണി ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. പാവാടയും ബ്ലൗസും ഇട്ട രമ തലമുടിയൊക്കെ കെട്ടിയിട്ട് സ്കൂളിലേക്ക് പോയി. വലിയ ആഗ്രഹങ്ങളൊക്കെയുള്ള ഒരു കുട്ടിയായിരുന്നു രമ. സ്കൂളിലെ അധ്യാപികയാകണം എന്നായിരുന്നു അവളുടെ സ്വപ്നം. ഗ്രാമത്തിലെ സ്കൂൾ പഴയ കെട്ടിടമായിരുന്നു. എന്നാൽ രമക്ക് അതൊരു സ്വപ്നലോകം പോലെ തോന്നി. നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ടീച്ചർമാർക്ക് അവളെ വലിയ ഇഷ്ടമാണ്. ഗീത ടീച്ചർ എപ്പോഴും അവളോട് പറയും, നിനക്ക് ഭാവിയിൽ വലിയ വിജയങ്ങൾ കാത്തിരിക്കുന്നുണ്ട് മോളെ. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയ രമ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഗീത ടീച്ചർ പറഞ്ഞു എനിക്ക് BEd പഠിച്ചാൽ അധ്യാപികയാകാൻ കഴിയുമെന്ന്. മറിയം നിശബ്ദമായി അവളെ നോക്കി. കണ്ണുകളിൽ കാരുണ്യവും ഭയവും കലർന്നിരുന്നു. മോളെ, നിന്റെ അച്ഛന്റെ മരണത്തിനു ശേഷം ഈ വീട്ടിൽ നൂലും കടലാസുകളും മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ നിന്റെ സ്വപ്നം ഞാൻ മറക്കില്ല. രാത്രിയിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ അമ്മയും മകളും ചേർന്നിരുന്നു. വസ്ത്രം തുന്നുമ്പോൾ പുറത്ത് പെയ്ത മഴയുടെ ശബ്ദം ഒരു സംഗീതമായി തോന്നി. അതായിരുന്നു അവളുടെ ജീവിതത്തിന്റെ രാഗം. ദാരിദ്ര്യത്തിന്റെ മധ്യേ സ്വപ്നങ്ങളുടെ സംഗീതം. അവൾക്കറിയില്ലായിരുന്നു ആ സ്വപ്നങ്ങൾ ഒരു ദിവസം സ്ത്രീധനത്തിന്റെ വിഷവേലിയിൽ പെട്ടുപോകാനിരിക്കുകയാണെന്ന്. മാസങ്ങൾ കഴിഞ്ഞു. രമയുടെ 12ാം ക്ലാസ് പരീക്ഷാഫലം വന്ന ദിവസം ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ആ സന്തോഷവാർത്ത കേട്ടു. രമ 1ാം റാങ്ക് നേടി സ്കൂളിന്റെ മൈതാനത്ത് അധ്യാപിക പറഞ്ഞുകൊണ്ടിരുന്നു. ആ രാത്രി മറിയം വിളക്കിന്റെ വെളിച്ചത്തിൽ മകളുടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചിരുന്നു. കണ്ണുകളിൽ അഭിമാനത്തിന്റെ കണികകൾ മിന്നി. നിന്റെ അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ എത്ര സന്തോഷവാനാകുമെന്ന് നിനക്കറിയോ മോളെ? രമ ഒന്ന് പുഞ്ചിരിച്ചു. അമ്മേ, എനിക്ക് ഇനിയും പഠിക്കണം. BEd പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടും. അതിനുശേഷം നമുക്ക് ഈ വീടിന്റെ മേൽക്കൂര പോലും പുത്തൻ ടൈൽസ് ഇടാം. അമ്മ എന്തോ പറയാനൊരുങ്ങി. ആ സമയത്താണ് വാതിലിൽ ആരോ തട്ടിയത്. മറിയ ചേച്ചി, ഞാൻ വന്നത് ഒരു വിവാഹാലോചനയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് എന്ന് പിറകിൽ നിന്നൊരു ശബ്ദം. അത് പള്ളിയിലെ ആന്റണി മാസ്റ്റർ ആയിരുന്നു. ഗ്രാമത്തിലെ വളരെ മാന്യനായ ഒരു പയ്യൻ. എന്റെ സഹോദരൻ അജു പട്ടണത്തിൽ ഒരു ബാങ്കിൽ ജോലി ചെയ്യാണ്. ശാന്തമായ കുടുംബമാണ്. രമയെ കണ്ടപ്പോഴാണ് മനസ്സിൽ തോന്നിയത്, ഈ പെൺകുട്ടി ഞങ്ങളുടെ കുടുംബത്തിന് യോജിക്കുമെന്ന്. മറിയത്തിന്റെ മുഖം പകുതി സന്തോഷത്തിലും പകുതി ആശങ്കയിലുമായി. ആന്റണി, ഞങ്ങളൊരു സാധാരണ കുടുംബമാണ്. സ്ത്രീധനമൊക്കെ ചോദിച്ച? ആന്റണി ചിരിച്ചു. അതിനാരാ ഇവിടെ സ്ത്രീധനം ചോദിച്ചത്? എന്റെ സഹോദരൻ അജുവിന് അതിലൊന്നും താല്പര്യമില്ല. ആ രാത്രി മറിയം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയിൽ ഇരുന്നു. കർത്താവേ, മകളുടെ ജീവിതം നീ സുഖമാക്കണമേ. അടുത്ത ആഴ്ച അജുവിന്റെ അമ്മയും സഹോദരിയും രമയെ കാണാൻ വന്നു. രമ ചമ്മലോടെ ചായയുമായി വന്നു. അവരവളെ നോക്കി ചിരിച്ചു. മോളെ, നീ നല്ല സുന്ദരിയാണ്. സംസ്കാരമുള്ള പെൺകുട്ടിയാണല്ലോ. ഞങ്ങൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. പിന്നെ സ്ത്രീധനായിട്ട് എന്താ തരിക? മറിയം നിശബ്ദമായി തല കുനിച്ചു. ഞങ്ങളാൽ കഴിയുന്നതുപോലെ. അയ്യോ, ഇപ്പൊ പഴയ കാലമൊന്നും അല്ലല്ലോ. ഒരു 30 പവനെങ്കിലും വേണം. അതില്ലെങ്കിലേ അജുവിന്റെ അച്ഛന് ഈ ബന്ധം ഇഷ്ടാവില്ല. രമയുടെ ചെവികളിലൂടെ ആ വാക്കുകൾ കത്തി പോലെ കുത്തി. അവൾക്ക് മനസ്സിലായി സ്ത്രീധനം എന്ന പദം എത്ര വിഷമുള്ളതാണെന്ന്. രാവിലെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മറിയത്തിന്റെ മനസ്സ് ചാഞ്ചാട്ടത്തിലായിരുന്നു. പിറ്റേ ദിവസം അജുവിന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ ചെവികളിൽ മുഴങ്ങുകയായിരുന്നു. 30 പവനെങ്കിലും വേണം. അമ്മ മകളെ നോക്കി. രമ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. പുസ്തകങ്ങൾ ബാഗിലേക്ക് വെച്ചു. മോളെ, മറിയം വിളിച്ചു. നമ്മൾ ആ 30 പവൻ എങ്ങനെ ഉണ്ടാക്കാനാ? രമ ചിരിച്ചു. പക്ഷേ ചിരിയിൽ ഭാരമുണ്ടായിരുന്നു. അമ്മേ, ഞാൻ പഠിച്ച് ജോലി കിട്ടിയാൽ നമുക്ക് അതിനേക്കാൾ വിലയേറിയ ജീവിതമുണ്ടാക്കാം. സ്വർണം എന്തിനാ? മറിയം ഒന്നും മറുപടി പറഞ്ഞില്ല. അവർക്ക് അന്നു മുതൽ ഉറക്കം നഷ്ടമായി. രാത്രികളിൽ വിളക്ക് കെടുത്തിയ ശേഷം അവർ തുന്നിക്കൊണ്ടിരിക്കും മകളുടെ ഭാവിക്കായി. ഗ്രാമത്തിൽ സ്ത്രീധനം എന്നത് വെറും ആചാരമല്ല, അഭിമാനത്തിന്റെ അളവാണെന്ന ധാരണ എല്ലാവരിലുമുണ്ട്. മറിയ ചേച്ചി, രമക്ക് നല്ലൊരു സാരി വാങ്ങണം. സ്വർണം കുറവായാലും വസ്ത്രം തിളങ്ങി നിൽക്കണം, കൂട്ടുകാരി ലീല പറഞ്ഞു. മറിയം ചിരിച്ചു. കാണിക്കാനുള്ള ജീവിതമല്ല നമ്മുടേത് ലീലേ. നമുക്ക് മകളുടെ മനസ്സാണ് സ്വർണം. എന്നാലും അജുവിന്റെ വീട്ടിൽ നിന്നും സമ്മർദ്ദം കൂടിയിരുന്നു. മോൾക്ക് ജോലിയൊന്നും ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ചധികം സ്ത്രീധനമൊക്കെ ആവാം, അജുവിന്റെ അമ്മ പറഞ്ഞു. രമയുടെ ഉള്ളിൽ പൊള്ളി തുടങ്ങി. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു.
എന്റെ മൂല്യം സ്വർണത്താൽ അളക്കേണ്ട അമ്മേ, ഞാൻ എന്താകുമെന്ന് കാലം കാണിക്കും. മറിയം ശാന്തമായി അവളെ ചേർത്തു പിടിച്ചു. മോളെ, എനിക്ക് മനസ്സിലാവും, പക്ഷേ ഈ സമൂഹത്തിന് അത് മനസ്സിലാവില്ല. ആ രാത്രി രമയുടെ മനസ്സിൽ അവളൊരു തീരുമാനം ഉറപ്പിച്ചു. എന്റെ ജീവിതത്തിന് ആരും വില പറയരുത്. അജുവിന്റെ കുടുംബം രണ്ടാമതും വീട്ടിൽ വന്നു. ഇപ്രാവശ്യം അജുവും ഉണ്ടായിരുന്നു. വെളുത്ത ഷർട്ട് ധരിച്ച് മുഖത്ത് ഒരു പുഞ്ചിരിയുള്ളൊരു യുവാവ്. മോളെ, നിനക്കിപ്പോ ജോലിയൊന്നുമില്ലല്ലോ? അജുവിന്റെ അച്ഛൻ ശാന്തമായി ചോദിച്ചു. എനിക്ക് പഠനം തുടരാനാണ് ഉദ്ദേശം, രമ മറുപടി പറഞ്ഞു. നല്ലത്, പക്ഷെ ഞങ്ങളുടെ വീട്ടുകാർക്ക് കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അമ്മ പറഞ്ഞില്ലേ, ചെറിയൊരു സ്ത്രീധനമെങ്കിലും വേണം. അത് കേട്ട് രമയുടെ മുഖം മാഞ്ഞു. അതില്ലെങ്കിൽ വിവാഹം നടക്കില്ലേ? അവൾ ചോദിച്ചു. അജു മിണ്ടാതെ ചായക്കപ്പ് നോക്കി. അമ്മയാണ് തീരുമാനിക്കുക, അവൻ മന്ദമായി പറഞ്ഞു. അവർ പോയ ശേഷം മറിയം മകളുടെ മുഖത്തേക്ക് നോക്കി. മോളെ, നമുക്ക് കടം വാങ്ങിയാലോ? അമ്മേ, ഒരു മനുഷ്യന്റെ ജീവിതം കടത്തിൽ പണയം വെച്ച് തുടങ്ങണോ? അടുത്ത ദിവസം സ്കൂളിൽ രമ ഗീത ടീച്ചറിനോട് എല്ലാം പറഞ്ഞു. ഗീത ടീച്ചർ അവളെ നോക്കി ശാന്തമായി പറഞ്ഞു. രമ, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ധൈര്യം വേണം. സമൂഹം ചിരിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. നീ തളരരുത്. അന്നു മുതൽ രമയുടെ നിശബ്ദ പ്രതിഷേധം ആരംഭിച്ചു. അവൾ സ്ത്രീധനത്തെക്കുറിച്ച് വായിക്കാൻ തുടങ്ങി. പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതി. ഗ്രാമത്തിലെ യുവതികൾക്കിടയിൽ രമയുടെ പേര് പടർന്നു. മറിയം ആദ്യം ഭയപ്പെട്ടു. മോളെ, സമൂഹം നിന്റെ എതിരായി വരും. അമ്മേ, അവർ എന്റെ ജീവിതം തീരുമാനിക്കരുത്. ഞാൻ എന്റെ ഭാവി എന്റെ ബുദ്ധിയാൽ ഉണ്ടാക്കും. കാലം കുറച്ചു കഴിഞ്ഞു. അജുവിന്റെ കുടുംബത്തിൽ നിന്നും ആരും പിന്നീട് വന്നില്ല. ആ ബന്ധം അങ്ങനെ തന്നെ അവസാനിച്ചു. ഗ്രാമത്തിലെ പലരുടെയും നാവുകൾ തുറന്നു. രമ അഹങ്കാരിയാണ്, ചിലർ പറഞ്ഞു. ഇന്നത്തെ പെൺകുട്ടികൾ വീട്ടുകാർ പറഞ്ഞത് കേൾക്കാറില്ലല്ലോ, മറ്റു ചിലർ പറഞ്ഞു. രമ അവയെല്ലാം കേട്ടു, പക്ഷെ മറുപടി പറഞ്ഞില്ല. അവൾ പഠനത്തിലേക്ക് മുഴുകി. അവളുടെ ലക്ഷ്യം ഒന്നു മാത്രം, ബി.എഡ് പഠിച്ച് അധ്യാപികയാവുക എന്ന്. മറിയം അതിനായി പണം കണ്ടെത്താൻ ഗ്രാമത്തിലെ സഹകരണ സംഘത്തിൽ നിന്നും വായ്പ എടുത്തു. മോളെ, അമ്മ ഈ കടമടക്കാൻ കുറെ കഷ്ടപ്പെടണം, പക്ഷേ നീ പഠിക്കണം, അവർ പറഞ്ഞു. രമയുടെ ദിവസങ്ങൾ മാറ്റങ്ങളാൽ നിറഞ്ഞു. അവളുടെ മുഖത്ത് ആത്മവിശ്വാസത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. രമ ടീച്ചർ എന്ന് സ്വയം മനസ്സിൽ വിളിക്കുമ്പോൾ അവൾക്ക് അതൊരു സ്വപ്നമല്ല, ലക്ഷ്യമായിരുന്നു. പഠനത്തിനിടയിൽ രമ ഒരു വനിതാ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. സ്ത്രീധനം, വിദ്യാഭ്യാസം, സ്വാതന്ത്ര്യം എന്നീ വിഷയങ്ങളിൽ അവൾ പ്രസംഗിച്ചു. സ്ത്രീധനം ഒരു പാരമ്പര്യമല്ല, അത് പീഡനമാണ്, അവൾ ഗ്രാമസഭയിൽ പറഞ്ഞു. ആളുകൾക്ക് അത്ഭുതമായി. പെട്ടെന്ന് തന്നെ അവളുടെ പേര് പട്ടണത്തിലെ പത്രങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. ഗ്രാമത്തിലെ യുവതി സ്ത്രീധനത്തിനെതിരെ പോരാട്ടം തുടങ്ങി. മറിയം ആദ്യം ഭയപ്പെട്ടു. മോളെ, ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. അമ്മേ, നാം ഭയപ്പെടുന്നിടത്താണ് അവർ നമ്മെ അടിമയാക്കുന്നത്. ഞാനിനി മിണ്ടാതെ ഇരിക്കില്ല. അന്ന് രാത്രി അവർ ഇരുവരും പുഴക്കരയിൽ ഇരുന്ന് മിണ്ടാതെ ആകാശം നോക്കി. മറിയം മകളുടെ കൈ പിടിച്ചു. മോളെ, നീ നിന്റെ വഴി കണ്ടെത്തി, ഇനി പിന്നോട്ടില്ലല്ലോ. രമ ചിരിച്ചു. ഒരിക്കലുമില്ല അമ്മേ. രമയുടെ പ്രസംഗം പത്രത്തിൽ വന്നതു മുതൽ ഗ്രാമത്തിൽ ചർച്ചകൾ പടർന്നു. എല്ലായിടത്തും അവളുടെ പേര് കേൾക്കാമായിരുന്നു. ദാ രമ വരുന്നുണ്ട്, സ്ത്രീധനത്തിനെതിരെ സംസാരിക്കുന്നവളാണ്, ഗ്രാമത്തിലെ ഒരു മുതിർന്ന ആൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. മറിയം അത് കേട്ടപ്പോൾ മനസ്സിലൊരു കത്തികൊണ്ട് കുത്തിയ പോലെ തോന്നി. മോളെ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ നാട്ടുകാർ മനസ്സിലാക്കാൻ സമയമെടുക്കും, അവർ പറഞ്ഞു. രമ തല കുലുക്കി. അമ്മേ, അവർ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ ഞാൻ മിണ്ടാതെ ഇരുന്നാൽ ഒരിക്കലും മാറ്റമുണ്ടാകില്ല. അതേസമയം ഗ്രാമത്തിലെ ചില യുവാക്കൾ രമയെ പരിഹസിക്കാൻ തുടങ്ങി. സ്കൂളിലേക്കുള്ള വഴിയിൽ അവളുടെ മുമ്പിലൂടെ സൈക്കിളിൽ പോയി അവർ പറഞ്ഞു. സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞ രമ ടീച്ചർ അല്ലേ? അവൾ തല ഉയർത്തി നടന്നുപോയി. അവളുടെ നിശബ്ദത തന്നെ മറുപടിയായിരുന്നു. പിന്നീട് സ്ത്രീധന വിരുദ്ധ സെമിനാറിൽ സംസാരിക്കാൻ അവളെ ജില്ലാ ലൈബ്രറിയിലേക്ക് ക്ഷണിച്ചു. അവൾ വേദിയിൽ നിന്ന് പറഞ്ഞു. സ്ത്രീയുടെ മൂല്യം സ്വർണത്തിലും രൂപയിലുമല്ല, അവളുടെ ബുദ്ധിയിലും മാനത്തിലുമാണ്. സ്ത്രീധനം കൊടുക്കുന്നത് സ്ത്രീയെ വിൽപ്പനക്കുള്ള വസ്തുവാക്കുന്നു. വേദിയിൽ കയ്യടി മുഴങ്ങി. പക്ഷെ അതേ വാക്കുകൾ ഗ്രാമത്തിലെ ചിലരെ പൊള്ളിച്ചു. അടുത്ത ദിവസം മറിയം മാർക്കറ്റിലേക്ക് പോയപ്പോൾ രണ്ട് സ്ത്രീകൾ അവളെ നോക്കി പറഞ്ഞു. ഇവളാണ് ആ മറിയം, മകൾ വലിയ വിപ്ലവക്കാരിയാണ്. മറിയം മിണ്ടാതെ വീട്ടിലേക്ക് മടങ്ങി. രാത്രി രമയോട് പറഞ്ഞു. മോളെ, അവർ നമ്മളെ കളിയാക്കിയാൽ നീ വേദനിക്കരുത്. ഒരു തീ കത്തുമ്പോൾ പുകയില്ലാതെ ഇരിക്കുമോ? രമ അമ്മയുടെ കൈ പിടിച്ചു. അമ്മേ, അവർ ചിരിച്ചോട്ടെ, പുക തീയെ മറക്കില്ല. അവളുടെ കണ്ണുകളിൽ ഉറച്ച തീപ്പൊരി തെളിഞ്ഞു.
അവൾക്ക് മനസ്സിലായി ഇത് തുടക്കം മാത്രമാണ്. പിറ്റേ ദിവസം ഗ്രാമം പച്ചപ്പിൽ മുങ്ങിയിരുന്നു. പുഴ നിറഞ്ഞൊഴുകി. രമ പുസ്തകങ്ങൾ എടുത്ത് പട്ടണത്തിലേക്ക് പോയി. അവിടെ കോളേജിൽ ബി.എഡ് അവസാന സെമസ്റ്റർ പരീക്ഷയുണ്ടായിരുന്നു. പരീക്ഷാമുറിയിൽ ഇരിക്കുമ്പോൾ അവൾക്ക് മനസ്സിലൊരു ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് ഈ പരീക്ഷയിൽ മാത്രം ജയിച്ചാ പോരാ, ജീവിതത്തിലും ജയിക്കണം. പരീക്ഷ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ കോളേജിലെ പ്രിൻസിപ്പൽ അവളെ വിളിച്ചു. രമ, നിനക്കൊരവസരം കിട്ടിയിട്ടുണ്ട്. പട്ടണത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി ഒഴിവുണ്ട്. നിന്റെ മാർക്ക് ഷീറ്റ് നോക്കിയപ്പോൾ അവർക്ക് താല്പര്യമുണ്ട്. അവൾക്ക് അതിശയവും സന്തോഷവും ഒന്നിച്ചു തോന്നി. എന്റെ സ്വപ്നം സത്യമായോ? അവൾ ചോദിച്ചു. പ്രിൻസിപ്പൽ ചിരിച്ചു. നിന്റെ പരിശ്രമമാണ് സത്യമായത്. വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ മറിയം വാതിലിൽ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്താ ഫലം മോളെ? അമ്മേ, എനിക്ക് ജോലി കിട്ടിയേക്കാം. മറിയം ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ശേഷം കണ്ണു നിറഞ്ഞു. കർത്താവേ, ഇതാണെന്റെ പ്രാർത്ഥനയുടെ ഉത്തരം. അടുത്ത ആഴ്ച രമ പട്ടണത്തിലെ സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചു. പഴയ പച്ചവീട് വിട്ട് ബസ്സിൽ കയറിയപ്പോൾ അവൾക്ക് മനസ്സിൽ പുഴയുടെ ശബ്ദം പോലെ അമ്മയുടെ വാക്കുകൾ മുഴങ്ങി. മോളെ, നീ തോൽക്കില്ല. ജോലി തുടങ്ങിയത് ഗ്രാമത്തിൽ ചർച്ചയായി. ചിലർ അഭിമാനിച്ചു, ചിലർ വിഷമിച്ചു. രമയെ അതൊന്നും ബാധിച്ചില്ല. അവൾ ഓരോ ദിവസവും അധ്യാപികയായി വിദ്യാർത്ഥികളുടെ മനസ്സിൽ വെളിച്ചം തെളിച്ചു. ഒരു ദിവസം ക്ലാസ്സിൽ അവൾ പറഞ്ഞു, വിദ്യാഭ്യാസം എന്നത് പരീക്ഷ ജയിക്കാനല്ല, മനുഷ്യരെ മനസ്സിലാക്കാൻ പഠിക്കുന്നതാണ്. പട്ടണത്തിലെ ആദ്യ ദിനം. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ കണ്ടത് വലിയ റോഡുകളും ഉയർന്ന കെട്ടിടങ്ങളുമാണ്. ഗ്രാമത്തിലെ പച്ചപ്പും പുഴയുടെ ശബ്ദവും മനസ്സിൽ നിന്നുപോയി. പക്ഷേ പുതിയ ജീവിതത്തിന്റെ ആവേശം മനസ്സിൽ നിറഞ്ഞു. സ്കൂളിലെ പുതിയ ടീച്ചർമാരും മുതിർന്ന അധ്യാപകരും രമയെ പരിചയപ്പെട്ടു. രമ വിദ്യാർത്ഥികളുമായി ആദ്യ ക്ലാസ് തുടങ്ങി. കുട്ടികളുടെ ഉത്സാഹവും ആവേശവും അവളെ പ്രചോദിപ്പിച്ചു. പട്ടണത്തിലെ ജീവിതം എളുപ്പമായിരുന്നില്ല. വീട്ടുകാര്യവും ജോലിയും രണ്ടും കൂടി ഭാരമായിരുന്നു. പക്ഷെ അവളുടെ മനസ്സിന് ശാന്തതയുണ്ട്. ഓരോ രാത്രി മറിയത്തിനെ ഫോൺ ചെയ്യുമ്പോൾ അവർ ഇരുവരും ജീവിതത്തിന്റെ വാതിലുകൾ തുറക്കുന്നു. മോളെ, നീ എത്ര ഉയർന്നു പോയാലും മനസ്സിലാക്കണം, നിന്റെ മൂല്യം സ്വർണത്താൽ അളക്കപ്പെട്ടതല്ല, മറിയം പറഞ്ഞു. അടുത്ത മാസം ഗ്രാമത്തിലെ സുഹൃത്തുക്കളിൽ ചിലർ അവളെ സന്ദർശിക്കാൻ വന്നപ്പോൾ അവർ മറിയത്തിനോട് അഭിമാനത്തോടെ പറഞ്ഞു, നിങ്ങളുടെ മകൾ പരീക്ഷകളിൽ മാത്രമല്ല ജീവിതത്തിലും വിജയിച്ചു. പക്ഷേ ചിലർ ആശങ്ക പ്രകടിപ്പിച്ചു. പട്ടണത്തിലെ ജീവിതം എളുപ്പമല്ല, അവൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അവളെ അറിയാത്തവർക്ക് അവളുടെ ആത്മവിശ്വാസം അത്ഭുതമായി. പഠനവർഷങ്ങൾ പിന്നിട്ടു. രമ ബി.എഡ് പൂർത്തിയാക്കി. സ്കൂളിൽ ജോലി സ്വീകരിച്ചു. പുതിയ വിദ്യാഭ്യാസ രീതികളും ആശയങ്ങളുമായി. ഒരു ദിവസം അവൾ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. മറിയം വാതിൽ തുറന്ന് അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മോളെ, എവിടെയായിരുന്നു നീ ഇത്രയും കാലം? അമ്മേ, പഠനവും ജോലിയുമായി നല്ല തിരക്കിലായിരുന്നു, രമ പറഞ്ഞു. ഗ്രാമത്തിലെ പലരും കേട്ടിരുന്നു. രമ ബി.എഡ് പൂർത്തിയാക്കി. സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുകയാണ്. അവൾ പുരുഷന്മാരുടെ ഇടയിലും സ്വന്തം സ്ഥാനം നേടിയിരിക്കുന്നു, ചിലർ പറഞ്ഞു. അജുവിന്റെ കുടുംബം സ്വർണം ചോദിച്ച ആ പഴയ കഥ എല്ലാവരും മറന്നുപോയി. രമ ഗ്രാമത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനൊപ്പം സ്ത്രീധനത്തിനെതിരെ അറിയിപ്പ് നൽകാനും തുടങ്ങി. അവൾ ഗ്രാമസഭയിൽ പറഞ്ഞു, സ്വന്തം മൂല്യം സ്വർണത്തിലല്ല, ബുദ്ധിയിലും പരിശ്രമത്തിലുമാണ്. സ്ത്രീധനത്തിന്റെ പാരമ്പര്യം അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്. രമക്ക് മനസ്സിലായി, ആ പഴയ വീട്, പുഴയുടെ ശബ്ദം, അമ്മയുടെ പ്രാർത്ഥന എല്ലാം അവളുടെ ശക്തിയായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോഴും ഗ്രാമത്തിൽ ചിലർ വിമർശിച്ചു. അതിൽ കൂടുതലും പുരുഷന്മാരായിരുന്നു. അവൾ ചിന്തിച്ചു, പ്രതിസന്ധികളോ വിമർശനങ്ങളോ എന്നെ തളർത്താൻ കഴിയില്ല. സ്വപ്നങ്ങൾ എപ്പോഴും മുന്നോട്ടു പോകും. രാത്രിയിൽ ചന്ദ്രന്റെ വെളിച്ചത്തിൽ മറിയവും രമയും ഒന്നിച്ചിരുന്നു. മോളെ, നീ ലോകത്തെ നേരിട്ട് വെല്ലുവിളിച്ചു. ഇനി നിന്റെ കഥ മറ്റു പെൺകുട്ടികൾക്കും പാഠമാകും, മറിയം പറഞ്ഞു. രമ ചിരിച്ചു. അമ്മേ, ഓരോ വാക്കും ഓരോ സ്വപ്നവും ശക്തിയാകണം. രമയുടെ ക്ലാസ് റൂം മനോഹരമായിരുന്നു. പക്ഷെ അത് വളരെ പഴയ വീട് പോലെയാണ്. ഭിത്തിയിൽ പഴയ ചിത്രങ്ങൾ, കുട്ടികളുടെ എഴുത്തുകൾ ചുറ്റുമുണ്ടായിരുന്നു. രമ ക്ലാസ് റൂമിൽ നിന്ന് പറഞ്ഞു, ഒരാൾ സ്വപ്നം കണ്ടാൽ അവരത് നേടണം. എന്നാൽ അത് പാടില്ലെന്ന് പറഞ്ഞ് ആരും നിങ്ങളെ നിർത്തരുത്. അവളുടെ വാക്കുകൾ, അവളുടെ പ്രചോദനം പുതിയ പാഠങ്ങളായി മുഴങ്ങിയപ്പോൾ ഗ്രാമത്തിലെ സ്ത്രീകൾ പോലും ശ്രദ്ധിച്ചു. പിന്നീട് ഗ്രാമത്തിലെ യുവതികൾക്കും സ്ത്രീകൾക്കും ഒരു ചെറിയ പരിപാടി സംഘടിപ്പിച്ചു. അവൾ അവരോട് പറഞ്ഞു, സ്വന്തം ശബ്ദം ഉയർത്തുക. ശബ്ദമില്ലാതെ ആരും ചിന്തിക്കില്ല. സ്ത്രീധനം അവസാനിപ്പിക്കാൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. മറിയം അവളെ നോക്കി പറഞ്ഞു,
ഇനി നിന്റെ ശബ്ദം മുഴുവൻ ഗ്രാമവും കേൾക്കും. രമ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്നുള്ള വിജയമല്ല, ചെറിയ മാറ്റങ്ങളാണ് മൂല്യം. ഓരോ കുട്ടിയും, ഓരോ യുവതിയും, ഓരോ അമ്മയും അതിന്റെ ഭാഗമാകും. ഗ്രാമം ഒന്ന് മാറാൻ തുടങ്ങിയതിന്റെ ആദ്യ സൂചനയായിരുന്നു അത്. രമയുടെ ക്ലാസുകളും ഗ്രാമത്തിലെ പരിപാടികളും വ്യാപിച്ചു. കുട്ടികളും യുവതികളും കൂടുതൽ ശ്രദ്ധയോടെ അവളെ കേൾക്കുന്നു. അവളുടെ വാക്കുകൾ നമ്മുടെ മനസ്സ് തുറന്നു. ഒരു യുവതി പറഞ്ഞു, ഇനി സ്ത്രീധനം ചോദിച്ചു വന്നാൽ നമുക്ക് താല്പര്യമില്ല എന്ന് പറയാം. മറ്റൊരാൾ കൂടി പറഞ്ഞു, ചില പുരുഷന്മാർക്ക് രമയുടെ ബോധവൽക്കരണം ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ഇങ്ങനെ പെൺകുട്ടികൾ സംസാരിക്കുന്നത് നല്ലതല്ല, ഗ്രാമത്തിലെ ഒരു മുതിർന്ന വ്യക്തി പറഞ്ഞു. ഒരു ദിവസം സ്കൂളിലെ യോഗത്തിൽ ഒരു അധ്യാപകൻ ചോദിച്ചു, രമ, നിന്നെക്കൊണ്ട് ഗ്രാമത്തെ എത്രമാത്രം മാറ്റാൻ കഴിയും? അവൾ ചിരിച്ചു. കുറെ പേരെ മാറ്റിയെടുക്കുന്നതിലല്ല, ഒരാൾ പോലും സ്വപ്നം കാണുന്നത് നിർത്തരുത് എന്ന സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുന്നതാണ് എന്റെ ലക്ഷ്യം. അവളുടെ പ്രവർത്തനങ്ങൾ പട്ടണത്തിലും മറ്റ് ഗ്രാമത്തിലെ സ്ത്രീകൾക്കും പ്രചോദനമായി. ചിലർ അവളെ കാണാൻ ദൂരദേശങ്ങളിൽ നിന്നെത്തി. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, ഞങ്ങൾക്കും ഇത് പ്രചോദനമാണ്. അവരുടെ വാക്കുകളിൽ ഉറച്ച നിശ്ചയം തോന്നി. ഇങ്ങനെ രമയുടെ സ്വപ്നങ്ങളും പ്രചോദനവും പ്രവർത്തനവും ഗ്രാമത്തിന്റെ ചെറിയ കോണുകളിൽ വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചു. ഒരു ദിവസം മറിയം രമയോട് പറഞ്ഞു, മോളെ, നീ ഒരു വിപ്ലവം സൃഷ്ടിച്ചു, ശബ്ദമില്ലാത്തത്. രമ ചിരിച്ചു. അമ്മേ, ശബ്ദമില്ലാത്ത വിപ്ലവമാണ് ശക്തമായത്. ഓരോ പെൺകുട്ടിയും സ്വന്തം ശബ്ദം ഉയർത്തുമ്പോൾ സമൂഹം മാറും. രമയുടെ നിശബ്ദ വിപ്ലവം ഗ്രാമത്തിന്റെ ഓരോ ഭിത്തിയിലും ഇടം നേടി. ഗ്രാമത്തിലെ കുട്ടികളും യുവതികളും അവളെ ആദരിക്കുകയും പ്രചോദനമായ കാഴ്ചയായി മാറുകയും ചെയ്തു.